പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്നേഹവന്ദനം. വലിയ വാരത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണല്ലോ പെസഹ വ്യാഴാഴ്ച. ക്രൈസ്തവ ദേവാലയങ്ങളിലും ഭവനങ്ങളിലും പെസഹായുടെ ഭാഗമായി വിവിധ ശുശ്രൂഷകളും പാരമ്പര്യ ആചരണങ്ങളും നടക്കാറുണ്ട്. ഇതിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് മാർത്തോമ നസ്രാണികളുടെ ഭവനങ്ങളിലെ പെസഹ ആചരണം അഥവാ അപ്പം മുറിക്കൽ ശുശ്രൂഷ. കുരിശപ്പവും പാലുമാണ് ഭവനങ്ങളിലെ പെസഹ ആചരണത്തിനുള്ള പ്രധാന വിഭവങ്ങൾ. ക്രൈസ്തവ ലോകത്ത് മാർത്തോമ നസ്രാണികൾ മാത്രം പിന്തുടരുന്ന ഒരു ആചരണമായിട്ടാണ് കുടുംബങ്ങളിലെ പെസഹ ആചരണം അറിയപ്പെടുന്നത്. മനുഷ്യാവതാരം ചെയ്ത വചനമായ ദൈവം മനുഷ്യരോടൊത്ത് ജീവിച്ച് അവരിൽ നിന്ന് തനിക്ക് വേണ്ടി ശിഷ്യന്മാരെ വേർതിരിച്ചെടുത്ത് അവരോടൊത്ത് ഒരു മാളിക മുറിയിൽ ഒരുമിച്ച് ചേർന്ന് ആഘോഷിച്ച ഒടുവിലത്തെ അത്താഴമാണ് പെസഹ ദിനത്തിൽ ക്രൈസ്തവ ലോകം അനുസ്മരിക്കുന്നത്. ഈശോ മശിഹ ശിഷ്യന്മാരുടെ പാദം കഴുകിയതിനെയും അതിനുശേഷം പെസഹ ഭക്ഷിച്ചതിനെയുമെല്ലാം സവിശേഷമായ വിധത്തിൽ ദേവാലയങ്ങളിൽ അനുസ്മരിക്കുന്നു. അതിനുശേഷം എല്ലാവരും ഭവനങ്ങളിൽ മടങ്ങിയെത്തി കുടുംബാംഗങ്ങൾ എല്ലാം ഒരുമിച്ച് ചേർന്ന് ഭവനങ്ങളിൽ പെസഹ ആഘോഷിക്കുന്നു. യഹൂദ പെസഹ ആചരണത്തെയും ഈശോ മിശിഹായുടെ പെസഹ ആചരണത്തെയും ഒരുപോലെ ഓർമ്മിപ്പിക്കുന്ന പഴയ പുതിയ നിയമങ്ങളിലെ രണ്ട് വ്യത്യസ്ത പശ്ചാത്തലങ്ങളെ സമന്വയിപ്പിക്കുന്ന ആചരണങ്ങളാണ് ദൈവാലയത്തിലെയും ഭവനങ്ങളിലെയും പെസഹ ആചരണത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈശോ മശിഹ ശിഷ്യരോടൊത്ത് ആചരിച്ച പെസഹായെ കുറിച്ച് സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന ടക്സായിൽ മാർ നെസ്തോറിയസിന്റെ പേരിലുള്ള മൂന്നാം അനാഫ്രയിൽ ഒരു പ്രസ്താവന, ഒരു പരാമർശമുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത്, മോശയുടെ നിയമപ്രകാരം പെസഹ ആചരിച്ച വേളയിൽ ഈശോ തന്റെ പുതിയ പെസഹ സ്ഥാപിച്ചു എന്നാണ്. സീറോ മലബാർ സഭയുടെ കുർബാനക്രമം പേജ് 156. മോശയുടെയും യേശുവിന്റെയും പെസഹ ആചരണങ്ങൾക്ക് ബാഹ്യതലത്തിൽ പ്രകടമായ സാമ്യങ്ങളുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈശോയുടെ പെസഹായെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മോശയുടെ പെസഹ സംഭവങ്ങളുടെ അടിസ്ഥാനമല്ല ക്രൈസ്തവ സഭയുടെ പെസഹ ആചരണത്തിന് പശ്ചാത്തലമായിരിക്കുന്നു. ഈ രണ്ട് ആചരണങ്ങളും തമ്മിൽ നിരവധി സാമ്യങ്ങളുണ്ടെന്ന് തോന്നുമെങ്കിലും അടിസ്ഥാനപരമായി ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ക്രൈസ്തവ സഭയുടെ പെസഹ ആചരണത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, ഈ ദിവസം നിങ്ങൾക്ക് ഒരു അനുസ്മരണ ദിവസമായിരിക്കും. ഈ കൽപ്പന മോശയുടെ പെസഹ ആചരണത്തിൽ കാണപ്പെടുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യഹൂദനായിരുന്ന യേശുക്രിസ്തു യഹൂദരായിരുന്ന തന്റെ ശിഷ്യന്മാരോടൊത്ത് പെസഹ ആചരിച്ചത്. അപ്രകാരം ഒരു കൽപ്പന യേശുക്രിസ്തു തന്റെ പെസഹയെക്കുറിച്ചും നൽകുന്നുണ്ട്. എന്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവിൻ എന്ന് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 19-ാം വാക്യത്തിലും
1 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം 25-ാം വാക്യത്തിലും വായിക്കുന്നു. ഫറവോയ്ക്കും മിസ്രൈമ്യർക്കും അടിമപ്പെട്ടിരുന്നവരുടെ വിമോചനമാണ് മോശയുടെ പെസഹായിൽ നടന്നതെങ്കിൽ, മരണത്തിനും സാത്താനും അടിമയാക്കപ്പെട്ടിരുന്നവരുടെ വിമോചനമാണ് യേശുവിന്റെ പെസഹായിൽ സംഭവിക്കുന്നത്. ചിന്താശേഷിയില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെയാണ് മോശയുടെ പെസഹായിൽ അറുക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ കുഞ്ഞാടായ ഈശോമിശിഹ തന്റെ പെസഹായിൽ സ്വയം അർപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. യേശുവിന്റെ പെസഹ യേശുവിന്റെ സഭയെ സംബന്ധിച്ച് മോശയുടെ പെസഹ ആചരണത്തിന് അന്ത്യം കുറിക്കുകയും, എന്നാൽ അതോടൊപ്പം യേശുവിന്റെ പെസഹ ആചരണം ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. അതായത് ഒരേ സമയം ഒരേ മേശയിൽ അവിടുന്ന് 2 പെസഹയാണ് ആചരിച്ചത് എന്ന് കാണാം. മോശയുടെ പെസഹ അനുഷ്ഠിച്ച് അതിന് അറുതി വരുത്തിക്കൊണ്ട് ഈശോ തന്റെ പെസഹ ആരംഭിച്ചു. അപ്രകാരം അത് തുടരുവാൻ തന്റെ സഭയോട് ഈശോമിശിഹ ആവശ്യപ്പെടുകയും ചെയ്തു. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഒരേ പശ്ചാത്തലത്തിൽ 2 വ്യത്യസ്ത സംഭവങ്ങൾ നിറവേറിയ സന്ദർഭങ്ങൾ വേറെയുമുണ്ട്. യോർദാനിൽ ഒരു സ്നാനം അവിടുന്ന് മുങ്ങിയപ്പോൾ യഹൂദന്മാരുടെ അനുഷ്ഠാനപൂർവമായ സ്നാനം പൂർത്തിയാക്കുകയും തന്റെ സഭയ്ക്കു വേണ്ടി മാമോദീസ എന്ന പുതിയ സ്നാനത്തിന് അവിടുന്ന് തുടക്കം കുറിക്കുകയും ചെയ്തു. കാൽവരിയിൽ അവിടുന്ന് ദൈവത്തിന്റെ കുഞ്ഞാടായി യാഗമായി. പ്രസ്തുത ബലിയിൽ അവിടുന്ന് തന്നെ മഹാപുരോഹിതനായി നിന്നു എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതായത് കാൽവരിയിലെ കുരിശിൽ ബലി ആയിത്തീർന്നതിൻ്റെയും ബലി അർപ്പണത്തിൻ്റെയും വേദിയായിരുന്നു. ഈശോമിശിഹ സ്വന്തം രക്തവുമായി ശ്രീകോവിലിൽ പ്രവേശിച്ച് ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ചു എന്നാണ് ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. അതുപോലെ തന്നെ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ വസിച്ചപ്പോൾ അവിടുത്തെ ശരീരം ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി സമ്മേളിച്ചിരുന്ന ഒരു ശരീരമായിരുന്നു. ഒരേ സമയം ഈശോമിശിഹ പുരോഹിതനും കുഞ്ഞാടും ആയിരുന്നതുപോലെ ദൈവത്വത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും പൂർണ്ണത ഈശോമിശിഹ എന്ന ഏക വ്യക്തിയിൽ സമ്മേളിച്ചിരുന്നു എന്നും കാണാം. മോശയുടെ പെസഹായിൽ പെസഹ കുഞ്ഞാടിന്റെ രക്തം ഒഴുക്കിക്കളഞ്ഞുവെങ്കിൽ, ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു തന്റെ രക്തം പാനം ചെയ്യുവാനാണ് ആവശ്യപ്പെടുന്നത്. അവന്റെ രക്തം ഒരേ സമയം ചൊരിയപ്പെടുകയും പാനം ചെയ്യപ്പെടുകയും ചെയ്യും. കുടിക്കുന്നവന്റെ പാപമോചനത്തിനായി യേശുവിന്റെ രക്തം ചൊരിയപ്പെട്ടു എന്നാണ് സഭാപിതാവായ ഒറിജിൻ അഭിപ്രായപ്പെടുന്നത്. മശിഹ യഥാർത്ഥ പെസഹ കുഞ്ഞാടായും പഴയ നിയമ പെസഹ പുതിയ നിയമ പെസഹായുടെ നിഴൽ ആയിട്ടുമാണ് ക്രൈസ്തവ സഭ മനസ്സിലാക്കുന്നത്. ഈശോമിശിഹായുടെ അന്ത്യത്താഴ ആചരണം മോശയുടെ പെസഹായുടെ പശ്ചാത്തലത്തിൽ ആയിരുന്നതിനാൽ മോശയുടെ പെസഹായിലെ അനുഷ്ഠാനങ്ങളെ കുറിച്ച് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. യഹൂദരുടെ പെസഹ മേശയിൽ
തയ്യാറാക്കി വെച്ചിരിക്കുന്നത് വീഞ്ഞും പുളിപ്പില്ലാത്ത അപ്പവും കുഞ്ഞാടിന്റെ മാംസവും കയ്പുള്ള ഇലകളും വിവിധ ഇനം പഴവർഗ്ഗങ്ങളുമാണ്. യഹൂദ പെസഹ ആചരണത്തിൽ അവർ 4 പ്രാവശ്യം വീഞ്ഞ് കുടിക്കുന്ന ഒരു ആചരണമുണ്ട്. ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തിയ യഹോവ എന്ന നാമത്തിലെ 4 അക്ഷരങ്ങളെയാണ് 4 പാത്രം വീഞ്ഞ് സൂചിപ്പിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ആചാരപരമായ ഒരു പാനീയം എന്ന നിലയിൽ വളരെ ചെറിയ അളവിലാണ് പെസഹ ആചരണത്തിന്റെ ഭാഗമായി അവർ വീഞ്ഞു കുടിക്കുന്നത്. ആദ്യ കപ്പ് വീഞ്ഞ് എല്ലാവരും കുടിക്കുന്നതോടെ പെസഹ ആചരണങ്ങൾ ആരംഭിക്കുന്നു. തുടർന്ന് പച്ചിലകളും കയ്പ് ചീരകളും ചേർത്തുള്ള ഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ കപ്പ് വീഞ്ഞു കുടിക്കുന്നു. തുടർന്ന് മോശയുടെ നേതൃത്വത്തിലുള്ള പുറപ്പാട് സംഭവങ്ങളും 113 മുതൽ 118 വരെയുള്ള ഹല്ലേൽ സങ്കീർത്തനങ്ങളും വായിക്കുന്നു. അതിനുശേഷം പെസഹ കുഞ്ഞാടിന്റെ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും ഉൾപ്പെടുന്ന മുഖ്യ ഭക്ഷണത്തിലേക്ക് അവർ പ്രവേശിക്കുന്നു. കുടുംബനാഥൻ പുളിപ്പില്ലാത്ത അപ്പം കയ്യിലെടുത്ത് പ്രാർത്ഥിച്ച ശേഷം അപ്പം മുറിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുന്നു. കുഞ്ഞാടിന്റെ മാംസവും കയ്പുള്ള സസ്യങ്ങളും ചേർത്ത് ഇത് എല്ലാവരും കഴിക്കുന്നു. ഭക്ഷണത്തിന് ശേഷമാണ് കുടുംബനാഥൻ മൂന്നാമത്തെ കപ്പെടുത്ത് കൃതജ്ഞതാ പ്രാർത്ഥന ചൊല്ലി കുടുംബാംഗങ്ങൾക്ക് കൈമാറുന്നു. ഈ സമയത്ത് ഹല്ലേൽ സങ്കീർത്തനങ്ങളുടെ 2ാം ഭാഗവും വായിക്കുന്നു. തുടർന്ന് പെസഹ ആഘോഷത്തിന് സമാപ്തി കുറിച്ചുകൊണ്ട് 4ാമത്തെ പ്രാവശ്യം പാനപാത്രം നിറച്ച് അതിൽ നിന്ന് കുടിക്കുന്നു. യഹൂദ പെസഹായുടെ ഈ ഘടന അറിഞ്ഞുകൊണ്ട് വേണം ഈശോ മിശിഹായുടെ പെസഹ ആചരണത്തെ മനസ്സിലാക്കുവാൻ. ഈശോ ശിഷ്യന്മാരുമായി സമ്മേളിച്ച് അവരെല്ലാവരും ആദ്യത്തെ 2 കപ്പ് പാനപാത്രങ്ങളും നുകരുന്നതുവരെ മോശയുടെ പെസഹ ആചരണത്തിന്റെ 2 ഘട്ടങ്ങളായിരുന്നു അവർ പൂർത്തിയാക്കിയത്. ഇതിനു ശേഷമാണ് പുളിപ്പില്ലാത്ത അപ്പം കയ്യിലെടുത്ത് ഈശോ വാഴ്ത്തുന്നത്. സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നത് അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്തു എന്നാണ്. മത്തായിയുടെ സുവിശേഷം 26:26. തന്റെ കയ്യിലിരിക്കുന്ന പുളിപ്പില്ലാത്ത ഈ അപ്പത്തിന് അവിടുന്ന് ഒരു പുതിയ വ്യാഖ്യാനം നൽകി. വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരമാകും. മത്തായിയുടെ സുവിശേഷം 26:26. തുടർന്ന് അത്താഴത്തിന് ശേഷം 3ാമത്തെ തവണ വീഞ്ഞു കുടിക്കുന്ന സമയത്താണ് ഈശോ തന്റെ കയ്യിൽ പാനപാത്രം എടുത്തത്. അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്തു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 22:20 വ്യക്തമായി പറയുന്നു. ഈ 3ാമത്തെ കപ്പിനെയാണ് ഈശോ തന്റെ ശിഷ്യന്മാർക്ക് കുടിക്കുവാനായിട്ട് നൽകിയത്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ എന്ന് പറഞ്ഞുവെന്ന് മത്തായിയുടെ സുവിശേഷം 26:27 വായിക്കുന്നു. എല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്തു. അതിന് അവിടുന്ന് നൽകിയ വ്യാഖ്യാനവും ഏറെ ശ്രദ്ധേയമാണ്. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. അന്ത്യത്താഴവേളയിൽ ഈശോ മശിഹ തന്റെ ശരീരമായി പ്രഖ്യാപിച്ച് വാഴ്ത്തിയ അപ്പം തിന്നുകയും തന്റെ രക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് വാഴ്ത്തിയ ഈ കപ്പിൽ നിന്ന് കുടിക്കുകയും ചെയ്തോ എന്ന ഒരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. വാസ്തവത്തിൽ ഈ അപ്പം ഭക്ഷിച്ചതിനും 3ാമത്തെ കപ്പ് കുടിച്ചു എന്നതിനും ബൈബിളിൽ യാതൊരു തെളിവുമില്ല. ഈശോ മിശിഹായുടെ പെസഹ ആചരണത്തെ വിവരിക്കുന്ന
മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 17 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലും, മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം 7 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും ഈശോ മശിഹ വാഴ്ത്തി ശിഷ്യന്മാർക്ക് നൽകിയ അപ്പവും വീഞ്ഞും ഭക്ഷിച്ചു എന്നത് വ്യക്തമാക്കുന്നില്ല. എന്നാൽ സഭാപിതാവായ മാർ നെസ്തോറിയസിന്റെ വിശുദ്ധ കുർബാന തക്സായിൽ വിവരിക്കുന്നത്, ഈശോ മശിഹ അപ്പം വാഴ്ത്തി വിഭജിച്ച് ഭക്ഷിച്ച ശേഷം, ഇത് പാപമോചനത്തിന് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്നും, പാനപാത്രം കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി പാനം ചെയ്ത ശേഷം ശിഷ്യന്മാർക്ക് നൽകുമ്പോൾ, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ എന്ന് പറഞ്ഞതായും രേഖപ്പെടുത്തിയിരിക്കുന്നു. മാർ അപ്രേമും പ്രകാരം ഈശോ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത ശേഷമാണ് ശിഷ്യന്മാർക്ക് അപ്പവും വീഞ്ഞും നൽകിയത് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈശോ മശിഹ അന്ത്യത്താഴ വേളയിൽ അപ്പവും വീഞ്ഞും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് സഭയുടെ പാരമ്പര്യ വിശ്വാസം. ഈശോയുടെ പെസഹ ഒരു ബലി അർപ്പണമായിരുന്നു. അവിടുന്ന് സ്വയം പുരോഹിതനും ബലിവസ്തുവും ശ്രീകോവിലും ആയിരുന്നു എന്ന് ഹെബ്രായ ലേഖനം 9 അധ്യായം 11 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. മോശയുടെ പെസഹ കർത്താവിനർപ്പിക്കുന്ന പെസഹ ബലിയർപ്പണം ആയിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം 12:27 രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തു അന്ത്യത്താഴത്തിൽ ഒരു പുരോഹിതനായി നിന്നുകൊണ്ട് ബലിയർപ്പിക്കുകയാണ്. പാപപരിഹാര ബലിയർപ്പിക്കുന്ന പുരോഹിതൻ ബലിവസ്തു ഭക്ഷിക്കണമെന്ന് ലേവ്യ പുസ്തകം 6:26 7:6 രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാപുരോഹിതൻ എന്ന സമുന്നതമായ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈശോ മശിഹ താൻ അർപ്പിച്ച പെസഹ ബലി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത ശേഷം ശിഷ്യന്മാർക്ക് ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും നൽകി. ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നവർക്കാണ് ബലിപീഠത്തിൽ ഭാഗഭാഗിത്വമുള്ളത് എന്ന് പൗലോസ്ലീഹ 1 കൊരിന്ത്യർ ലേഖനം 10:18 എഴുതിയിട്ടുണ്ട്. ശിഷ്യന്മാർക്ക് ബലിവസ്തുക്കൾ ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും അനുവാദം നൽകിയതോടെ ഈശോ മശിഹ അവരെയും ബലിപീഠത്തിൽ ഭാഗഭാഗിത്വം ഉള്ളവരാക്കി. ശിഷ്യന്മാരെ തന്റെ പൗരോഹിത്യത്തിൽ ഈശോ മശിഹ പങ്കാളികളാക്കുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ലേവ്യ പുസ്തകം 7:6 എഴുതിയത് എന്താണെന്ന് നോക്കുക. പുരോഹിത വംശത്തിൽപ്പെട്ട എല്ലാ പുരുഷന്മാർക്കും അത് ഭക്ഷിക്കാം. മഹാപുരോഹിതനായ യേശു ബലിവസ്തു ഭക്ഷിക്കുകയും ശിഷ്യന്മാർക്ക് ഇതിൽ നിന്ന് ഭക്ഷിക്കാൻ നൽകുകയും ചെയ്തതോടെ അവരും തൻ്റെ പൗരോഹിത്യത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു. തുടർന്ന് എന്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവിൻ എന്ന് ശിഷ്യന്മാരോട് ഈശോ മശിഹ ആവശ്യപ്പെടുകയും ചെയ്തു. ശിഷ്യന്മാർ അന്ത്യത്താഴത്തിന്റെ ഓർമ്മയിൽ ഈശോ മശിഹായുടെ പെസഹ ബലി തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പത്തിലും വീഞ്ഞിലും അവർ മിശിഹായെ ദർശിച്ചു. ഇത് എന്റെ ശരീരം, ഇത് എന്റെ രക്തം എന്ന് ഈശോ പറഞ്ഞപ്പോൾ ഇത് ഞാൻ തന്നെയാണ് എന്നാണ് അവിടുന്ന് വ്യക്തമാക്കിയത്. രക്തത്തിൽ ജീവൻ കുടികൊള്ളുന്നു എന്ന് ലേവ്യ പുസ്തകം 17:11 നമ്മൾ വായിക്കുന്നു. അതായത് പെസഹ ബലി അർപ്പിക്കുന്ന അപ്പോസ്തോലിക സഭകളുടെ എല്ലാ ബലിപീഠങ്ങളിലും ഈശോ മശിഹായുടെ സമ്പൂർണതയാണ് പ്രകടമാകുന്നത്.
പൗലോസ്ലീഹ ഇക്കാര്യം കൊറിന്ത്യ ലേഖനത്തിൽ വിവരിക്കുന്നുണ്ട്. കൊറിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 10:16 ഇപ്രകാരം സ്ലീഹ എഴുതുന്നു: നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമല്ലോ. നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വമല്ലോ. 1 കൊരിന്ത്യർ ലേഖനം 10:16. അപ്പോസ്തലിക സഭകളുടെ ബലിപീഠത്തിൽ വാഴ്ത്തപ്പെടുന്ന അപ്പവും വീഞ്ഞും ഈശോ മിശിഹായുടെ ശരീരവും രക്തവുമാണ് എന്ന് സ്ലീഹ സന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ഇവിടെ. ഈ ശരീര രക്തങ്ങളാണ് ബലിപീഠത്തിൽ നിന്ന് വിശ്വാസികളായ സകലർക്കുമായി ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും നൽകുന്നത്. പഴയ നിയമ ബലിവേദിയിൽ പുരുഷന്മാർക്ക് മാത്രമായിരുന്നു ബലിവസ്തുക്കളിൽ പങ്കുപറ്റാൻ കഴിഞ്ഞതെങ്കിൽ പന്തക്കുസ്തായ്ക്ക് ശേഷം പരിശുദ്ധ സഭ ഈ ഭൂമുഖത്ത് ഉടലെടുത്തതോടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല, സകലരും ക്രിസ്തുവിൽ ഒന്നാണ് എന്ന വസ്തുതയുടെ പ്രഘോഷണമാണ് നടക്കുന്നത്. വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് അതിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന സകല വിശ്വാസികളും സ്ത്രീയെന്നോ പുരുഷനെന്നോ സ്വതന്ത്രനെന്നോ അടിമയെന്നോ യവനനെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും പുരോഹിതന്മാരായാണ് നിൽക്കുന്നത്. പത്രോസ്ലീഹ പെസഹ ബലിയുടെ പശ്ചാത്തലത്തിലാണ് വിശ്വാസികളുടെ രാജകീയ പൗരോഹിത്യം വ്യക്തമാക്കുന്നത്. യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനമാണ് സഭയിലെ എല്ലാ വിശ്വാസിയും. ഇത് 1 പത്രോസ് 2-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള 5-ാം വാക്യവും 9-ാം വാക്യത്തിലുമാണ് ഈ ഭാഗം നമ്മൾ വായിക്കുന്നത്. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ച് പരിശുദ്ധ സഭയുടെ ഭാഗമായി പെസഹ ബലിയുടെ ഓർമ്മയിൽ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന അപ്പവും വീഞ്ഞും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന ഓരോ വിശ്വാസിയും ദൈവം മുമ്പാകെ ഒരു പുരോഹിതനാണ്. അവിടുന്ന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കിയിരിക്കുന്നു എന്ന് വെളിപാട് പുസ്തകം 1:6 നമ്മൾ വായിക്കുന്നു. ദൈവരാജ്യം എന്നത് പുരോഹിതന്മാരുടെ രാജ്യമാണ്. കിങ്ഡം ഓഫ് പ്രീസ്റ്റ്സ്. പുരോഹിതന്മാരല്ലാത്ത ആരും സഭയിലില്ല എന്നത് തിരുശരീര രക്തങ്ങളിൽ പങ്കാളികളാകുന്നതിലൂടെ നമുക്ക് ഉറപ്പായും വിശ്വസിക്കാം. ഈശോ മിശിഹ ശിഷ്യരോടൊത്ത് പങ്കിട്ട അന്തിമ പെസഹായിൽ പറഞ്ഞ ഒരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 22:16 രേഖപ്പെടുത്തിയത് ഒന്ന് നോക്കുക. ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കർത്താവിന്റെ അന്ത്യത്താഴത്തിൽ ഒടുവിലത്തെയും 4ാമത്തേതുമായ പാനപാത്രം അവിടുന്ന് പൂർത്തിയാക്കിയില്ല. അത് പൂർത്തിയാകാനിരിക്കുന്നതേയുള്ളൂ. വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൽ വിവരിക്കുന്ന കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിലാണ് അത് പൂർത്തിയാകുന്നത്. അതുവരെയും പെസഹ ബലി സഭയിൽ കർത്താവിന്റെ പ്രത്യാഗമനം വരെയും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം. അതാണ് 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെ ഏതാനും വാക്കുകളിൽ ചുരുക്കി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഈശോ മിശിഹായുടെ അന്ത്യത്താഴം മോശയുടെ പാരമ്പര്യപ്രകാരമുള്ള പെസഹ ബലി ആചരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് തുടങ്ങിയത്. എന്നാൽ അതേ മേശയിൽ ഈശോ തന്റെ ബലിയർപ്പിച്ചു, തന്റെ പെസഹ ആചരിച്ചു. ഒരേ മേശ രണ്ടുവിധ ബലിയർപ്പണങ്ങളുടെ വേദിയായി. അവിടുന്ന് ബലിയർപ്പിക്കുന്ന പുരോഹിതനും
ബലിയായി തീർന്ന ദൈവത്തിന്റെ കുഞ്ഞാടുമാണ്. ഈ ബലിവേദിയിൽ അർപ്പിച്ച ബലിവസ്തുക്കൾ അവിടുന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിലൂടെ തന്റെ മഹാപൗരോഹിത്യം അവിടുന്ന് തെളിയിച്ചു. തന്റെ ശിഷ്യന്മാരെ ബലിവസ്തുക്കളിൽ പങ്കാളികളാക്കിയതോടെ ഈശോ തന്റെ പൗരോഹിത്യത്തിലേക്ക് അവരെ ഉയർത്തി. എന്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവിൻ എന്ന കൽപ്പന ഏറ്റെടുത്ത ശിഷ്യന്മാർ മിശിഹായുടെ കൽപ്പന അപ്രകാരം തന്നെ അനുവർത്തിക്കുകയും ബലിയർപ്പണം തുടരുവാൻ തങ്ങളുടെ ശിഷ്യന്മാരെ അനുവദിക്കുകയും ചെയ്തു. ഇതിലൂടെ ക്രൈസ്തവ സഭയുടെ ശുശ്രൂഷ പൗരോഹിത്യവും പെസഹ ബലിയർപ്പണവും തുടരുകയും ചെയ്യുന്നു. ഈശോ മിശിഹായിൽ നിന്ന് കണ്ടതും കേട്ടതുമായ യാഥാർത്ഥ്യങ്ങൾ അപ്രകാരം അനുവർത്തിച്ച അപ്പോസ്തലന്മാർ വിശ്വാസികൾക്കായി ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ വിഭജിച്ചു നൽകി. ഇതിലൂടെ ഓരോ ക്രിസ്തുവിശ്വാസിയും നിത്യജീവന്റെ ഭാഗമാവുകയും ക്രിസ്തുവിന്റെ സഭയിലെ രാജകീയ പൗരോഹിത്യത്തിൽ അംഗങ്ങളാവുകയും ചെയ്തു. ദൈവത്തിന്റെ രാജ്യവും പുരോഹിതന്മാരുമായി ഈശോയുടെ പെസഹായുടെ മഹത്വം അവർ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.